വജൈന അങ്ങനത്തെ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ട് വെക്കാൻ ഈ ഒരു കാലത്ത് വജൈനൽ വാഷ് പോലത്തെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ആക്ച്വലി സേഫ് ആണ് യൂസ് ചെയ്യുന്നത്? മാർക്കറ്റിൽ പറയുന്ന ഒരുപാട് പ്രൊഡക്ട്സ്, അതെ. അതായത് സെൻറ്റഡ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പെർഫ്യൂം ഉള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ വജൈൽ സെക്രീഷൻസ് പറഞ്ഞാൽ യൂട്രസിന്റെ അകത്തുള്ള ലൈനിങ്, അതുപോലെ വജൈനയുടെ ഭിത്തി നോക്കിയുള്ള ഗ്രന്ഥികൾ വരുന്ന സ്രവങ്ങളാണൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ വജൈനയുടെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് മെക്കാനിസമാണത്. നാച്ചുറൽ ക്ലീനിങ് മെക്കാനിസം ആണത്. ജസ്റ്റ് ക്ലീൻ ഇറ്റ് ഇൻസൈഡ്. അല്ലാതെ വജൈന ക്ലീൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു പ്രൊഡക്ട്സിന്റെ ഒരു ആവശ്യമില്ല. അപ്പം വജൈനയുടെ അകത്ത് നോർമൽ പി എച്ച് എന്ന് പറഞ്ഞാൽ ആസിഡിക് പി എച്ച് ആണ്. വേറൊരു ഓർഗാനിസത്തിൽ വളരാൻ അത് സമ്മതിക്കില്ല. പിന്നെ അതിന്റെ അകത്തുള്ളൊരു നോർമൽ ഒരു ഫ്ലോറ ഉണ്ട്, ബാക്ടീരിയ, ലാക്ടോബാസിലസ്. അപ്പം അതാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാരണം ഈ ബാലൻസ്, ഈ ബാക്ടീരിയയുടെ ബാലൻസ് കുറയുകയും അത് കൂടുതൽ ഇൻഫെക്ഷനെ പ്രൊമോട്ട് ചെയ്യുക ചെയ്യും. മാത്രമല്ല ചില പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അത് സ്കിന്നൊക്കെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വജൈനകത്ത് ഇച്ചിങ്ങും അൾസേഴ്സ് ഒക്കെ വരെ ചിലപ്പോൾ ഉണ്ടാക്കും. അതുകൊണ്ട് നോർമലി വി ഡോണ്ട് അലൗ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നമ്മൾ പറയാറില്ല. ആവശ്യമുള്ളത് ആകെ നോർമൽ വാട്ടർ വിത്ത് മൈൽഡ് സോപ്പ് യു ക്യാൻ യൂസ്. ഇത് പുറത്ത് മാത്രം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരിക്കലും ഇന്റേണൽ ക്ലീനിങ് വിത്ത് എസ്പെഷ്യലി ഈ സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ നോക്കണത് ചിലപ്പോൾ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് വരും, അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ വല്ലാതെ പ്രൊഫ്യൂസ് ആയിട്ട് ഒരുപാട് വരുന്ന ഡിസ്ചാർജ്, അല്ലെങ്കിൽ വിത്ത് ഇച്ചിങ്, അതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് അവർ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക വേണ്ടത്. അപ്പോഴും വജൈനൽ വാഷ് യൂസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറയാറില്ല.